പ്രിയമുള്ളവരെ, സിനിമാസ്വാദകരെ, മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവായി ഒന്ന് പരിഗണിക്കുക. 2024 അതായത് കഴിഞ്ഞ വർഷം നവംബർ 14 തമിഴ് സിനിമ നടിപ്പിൻ നായകൻ സൂര്യയെ നായകനാക്കി ശിവ ഒരുക്കിയ ബ്രഹ്മാണ്ഡ ചിത്രമായ കങ്കുവ തിയേറ്ററുകളിലെത്തി. സൂര്യ മികച്ച വേഷം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഈ ചിത്രത്തിൽ ബോളിവുഡ് താരം ബോബി ഡിയോളാണ് വില്ലൻ വേഷം ചെയ്തിരിക്കുന്നത്. ദിശ പട്ടാണിയാണ് ചിത്രത്തിലെ നായിക. യോഗി ബാബു തുടങ്ങിയ വമ്പൻ താരനിരയുമാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കഥയാണ് ചിത്രം പറയുന്നത്. എന്നിരുന്നാൽ കൂടി വലിയ ബഡ്ജറ്റിൽ വമ്പൻ പ്രതീക്ഷയോടെ എത്തിയ ചിത്രം വളരെ വലിയ വിമർശനങ്ങളാണ് തിയേറ്ററിൽ ഏറ്റുവാങ്ങിയത്. ശബ്ദ കോലാഹലം കൊണ്ട് പ്രേക്ഷകരുടെ ചെവി വരെ പൊട്ടിപ്പോയി എന്ന് തുടങ്ങിയ വിമർശനങ്ങൾ സിനിമയ്ക്കെതിരെ കേട്ടിരുന്നു. ഇപ്പോൾ സിനിമയ്ക്കു നേരെ വന്ന വിമർശനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയാണ് മുൻ സിനിമാ താരവും സൂര്യയുടെ ഭാര്യയുമായ ശ്രീമതി ജ്യോതിക. പുതിയ സീരീസായ ഡബ്ബ കാട്ടലുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജ്യോതികയുടെ പ്രതികരണം. പല മോശം സിനിമകളും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ സൂര്യയുടെ സിനിമയിലേക്ക് വന്നാൽ എപ്പോഴും വിമർശനങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആ സിനിമയിൽ മോശം ഭാഗങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ ഒരുപാട് പേരുടെ പരിശ്രമത്തിന് ഫലമായിരുന്നു ആ ചിത്രം. പല മോശം സിനിമകളെക്കാളും കങ്കുവ വിമർശിക്കപ്പെടുന്നത് വളരെയേറെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്, ജ്യോതിക പറഞ്ഞു. ഇതിനു മുന്നേയും കങ്കുവയ്ക്ക് നേരെ വിമർശനങ്ങളിൽ ജ്യോതിക നന്നായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് വന്ന നെഗറ്റീവ് റിവ്യൂസ് എന്നെ ആശ്ചര്യപ്പെടുത്തി. കാരണം ഇതിനു മുമ്പ് ഞാൻ കണ്ട മോശം ചിത്രങ്ങൾക്ക് പോലും ഇത്രയും നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടില്ല. അതിപ്പോൾ സ്ത്രീകളെ അപമാനിക്കുന്നതോ ഡബിൾ മീനിങ് ഡയലോഗ് ഉള്ളതായോ സിനിമകളോ ആയാൽ പോലും പ്രശ്നമില്ല. ആദ്യ ഷോ തീരുന്നതിന് മുമ്പ് തന്നെ നിരവധി വിമർശനങ്ങളാണ് കങ്കുവ നേരിട്ടത്. ആദ്യ ദിവസം തന്നെ ഇത്രമാത്രം വിമർശനം ഉയർന്നത് വളരെ സങ്കടകരമായിരുന്നു. സിനിമയിലെ അരമണിക്കൂർ വർക്കായില്ല, ശബ്ദം പ്രശ്നമായിരുന്നു. ഒട്ടുമിക്ക പരീക്ഷണ ഇന്ത്യൻ സിനിമകളിൽ ഈ പിഴവ് തന്നെ സംഭവിക്കാറുണ്ട്. 3 മണിക്കൂറിൽ ആദ്യത്തെ അരമണിക്കൂർ മാത്രമാണ് ഈ പ്രശ്നം നേരിട്ടത് എന്നാണ് ജ്യോതിക പറയുന്നത്. ഒരു സിനിമാസ്വാദകൻ എന്ന നിലയിൽ, ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ സിനിമ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. നടിപ്പിൻ നായകനൊക്കെ തന്നെയാണ് സൂര്യ. ഒരുപാട് മികച്ച സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കങ്കുവ തീരെ പോരായിരുന്നു. സ്ക്രിപ്റ്റിൽ, അഭിനയത്തിൽ അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് മലയാളം മൂവി ന്യൂസിൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. കഴിയുമെങ്കിൽ ഒന്നുകൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സഹകരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.